Hello my dear viewers, welcome once again to a new video from Trip to my garden. ഇന്നത്തെ വീഡിയോ ഒരു ഫ്രൂട്ട് ട്രീയെ കുറിച്ചുള്ളതാണ്. ട്രീ എന്ന് പറയാൻ പറ്റില്ല, ഒരു വൈനാണ്, ഫ്രൂട്ട് വൈൻ. വൈൻ എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടിയാണ്. ഒരു വുഡി വൈനാണ്. ഗ്രേപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തിട്ട് കാണുകയാണെങ്കിൽ എനിക്ക് ഒരു നല്ലൊരു പ്രോത്സാഹനമായിരിക്കും. നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം, പ്രതീക്ഷിക്കുന്നു ഞാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ ഗ്രേപ്സ് പ്ലാന്റിനെ നേരിട്ട് മണ്ണിലാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ധാരാളം ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കാനായിട്ട് കഴിയും. ഒത്തിരി കാലം നിൽക്കുന്നൊരു ചെടിയാണ്. 10-30 വർഷത്തിലധികം നിൽക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നേരിട്ട് മണ്ണിൽ നട്ട് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് മണ്ണിൽ നട്ട് കൊടുത്തിട്ട് ടെറസിലേക്ക് പടർത്തി കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 കൊല്ലമായിട്ടുണ്ട്. 3 കൊല്ലം തികഞ്ഞിട്ടില്ല, 2-2.5 കൊല്ലത്തിൽ കൂടുതലായി. അപ്പോൾ ഈ ചെടിക്ക് നല്ല ഒരു ഗ്രോത്തും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വുഡി വൈൻ, ആ വൈൻ വുഡി വൈൻ എന്ന് പറഞ്ഞാൽ ഒരു വുഡ് പോലെ തോന്നിക്കും അതിൻ്റെ മെയിൻ സ്റ്റെം അല്ലെങ്കിൽ ട്രങ്ക് കാണുമ്പോൾ. അപ്പോൾ അത് നല്ലൊരു ഗ്രോത്തിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ട്രങ്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കായ്ച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതിന് കുറച്ച് വളം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. നേരത്തെ വളം ഇട്ടിരുന്നതിന് മുമ്പ് ഒരു തവണ, കായ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു തവണ വളം ഇട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് DAP ആണ്. ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. സാധാരണ ബയോ വളങ്ങളാണ് കൂടുതലും ആൾക്കാർ ഇട്ട് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഞാനിപ്പോൾ DAP അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്നൊക്കെ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേപ്പിൻ പുണ്ണാക്കും ചാണകവും എല്ലുപൊടിയും ഒക്കെ കൂടെ ചേർത്ത് കലക്കി പുളിപ്പിച്ചിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും വളങ്ങൾ, നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും വളങ്ങൾ നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. എന്തായിരുന്നാലും അത് നല്ലൊരു ഗ്രോത്ത് ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ്. ഇത് കഴിഞ്ഞ സീസണിൽ ഞാൻ ഇത് പ്രൂൺ ചെയ്തിരുന്നു. കഴിഞ്ഞ സീസൺ എന്ന് പറയുമ്പോൾ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രൂൺ ചെയ്തിരുന്നു നല്ലതുപോലെ. അതിൻ്റെ ഷോർട്സും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. നിറയെ ലീഫുള്ള സമയത്താണ് ഞാൻ അതിൻ്റെ ലീഫെല്ലാം റിമൂവ് ചെയ്ത്. ഈ ചെടിക്ക് പ്രൂണിങ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. പ്രൂൺ ചെയ്താൽ മാത്രമേ ഈ ചെടികൾ പൂക്കുകയും അതുവഴി കായും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നട്ട് ഏകദേശം 1 വർഷം 1-1.5 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കായ്കൾ വരും. ഞാനിപ്പോൾ ഏകദേശം 2.5 കൊല്ലത്തോളം ആയിട്ടുണ്ട് ഈ പ്ലാന്റ്. ഞാൻ പ്രൂൺ ചെയ്തു, ഒരു തവണ നല്ലപോലെ പ്രൂൺ ചെയ്തിരുന്നു. മൊത്തം ലീഫും റിമൂവ് ചെയ്തിരുന്നു. ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ട്രങ്ക് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ബ്രാഞ്ചസ്, ഒരു 2-3 ബ്രാഞ്ചസിനെ നമ്മൾ വിവിധ പല ഡയറക്ഷനിലേക്ക് പടർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ്. നല്ല പന്തലിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നതാണ്. ഇവിടെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് പന്തലൊന്നും ഇട്ടിട്ടില്ല. അതൊക്കെ ഇനി ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഒരു രീതിക്കൊക്കെ പടർത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും കായ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. ഇപ്പോൾ അതിൽ ഏകദേശം ഒരു 10-15ഓളം കുലകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ മൊട്ടുകളും വരുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ ഇതിനൊക്കെയായിട്ട് നീക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിഷരഹിതമായ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. വലിയ എഫേർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ചെടി വാങ്ങുക, നിങ്ങൾ നല്ല രീതിക്ക് അതിനെ പ്ലാന്റ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും വേണ്ടല്ലോ, 2-3 മാസത്തിലൊരിക്കൽ അതിന് വളം ചെയ്ത് കൊടുക്കുകയും അതിന് ലീഫൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് അതിനെ നല്ലൊരു പന്തലിട്ടൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രൂട്ട്സുകൾ ലഭിക്കും. ഇല്ലാത്ത നല്ല ഫ്രൂട്ട്സുകൾ ലഭിക്കുകയും നമുക്ക് അതുവഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് പറയണം, നിങ്ങളും ഒരു ഗ്രേപ്പ് ചെടി വാങ്ങുക, വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. നിങ്ങൾക്ക് തറയിൽ സ്ഥലം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിൽ വേണമെങ്കിലും വളർത്താമെന്നുള്ളതേ ഉള്ളൂ. നല്ല രീതിക്ക് തന്നെ അതിനെ കെയർ ചെയ്താൽ മാത്രം മതി. മണ്ണിനെ ഇടയ്ക്കൊക്കെ ഒന്ന് നല്ല രീതിക്ക് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അത് നല്ല രീതിക്ക് നിങ്ങൾക്ക് കായ്കൾ തരുന്നതാണ്. അപ്പോൾ ഇത് സീഡഡ് വെറൈറ്റിയാണ് ഈ ഗ്രേപ്പ് എന്ന് പറയുന്നത്. പച്ച നിറത്തിലാണ് ആദ്യം ഇരിക്കുന്നത്. പക്ഷേ ഒന്ന് റൈപ്പായിട്ട് വരുമ്പോൾ അതിന്
കളർ ചേഞ്ച് ചെയ്ത് ഏകദേശം റെഡിഷ് ബ്രൗൺ പോലെയൊക്കെ വരുന്ന ഒരു ഫ്രൂട്ടാണ്, ഒരു മുന്തിരി വെറൈറ്റിയാണ്. പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട്. ഇത് സീഡഡ് ആണ്, സീഡ്ലെസ് നല്ലതായിരിക്കും, പക്ഷേ അതൊന്നും നമുക്ക് മാർക്കറ്റിൽ അങ്ങനെയൊന്നും അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ അത്രയും കെയർ ചെയ്ത് അതിനെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഡിമാൻഡ് ചെയ്ത് വാങ്ങേണ്ടി വരും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിലും നമുക്ക് വളർത്തി നോക്കാം. ഇത് പൂ വിരിഞ്ഞ ശേഷം കായ്കളായി തുടങ്ങിയതിൻ്റെ ഒരു ബഞ്ചാണ്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കായ്കളായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൂക്കളുള്ളതും ഒത്തിരി ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പൂക്കളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, പല ഭാഗത്തായിട്ട് നിൽപ്പുണ്ട്. എന്തായിരുന്നാലും വലിയൊരു സന്തോഷമാണ് എനിക്ക് ഇത് കാഴ്ചപ്പോൾ ഉണ്ടായത്. കാരണം നമുക്ക് എന്താ ഒരു എഫേർട്ട് എന്നൊന്നും പറയാനില്ലല്ലോ. ഒരു ചെടി കൊണ്ട് നമ്മൾ എത്രയോ ചെടികൾ നടന്നു, അതുപോലെ ഒരു ചെടി നട്ടു, അതിന് കുറച്ച് കെയർ കൊടുത്തു, അത്ര തന്നെ. പക്ഷെ നമുക്കത് ഇത്രയും റിട്ടേൺസ് തരിക എന്നുള്ളത് എന്തൊരു ഭാഗ്യമാണ് അല്ലേ നമുക്ക്. അപ്പോൾ ഇങ്ങനെ നമുക്കും നമ്മുടെ കൃഷി അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ ടെറസിലാണെങ്കിൽ പോലും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഈ ചെടിയിൽ നിന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് മറ്റ് തൈകളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഇനി അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ. പക്ഷേ സീഡ് വെച്ചിട്ട് എടുക്കുന്നതിന് അത്രയും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായിരുന്നാലും എയർ ലെയറിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ ലെയറിങ്ങിലൂടെ എടുക്കുന്ന തൈകൾക്കായിരിക്കും അതേ ക്വാളിറ്റി നിലനിർത്തുന്നത് എന്ന് തോന്നുന്നു. സീഡ് സീഡ് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്ര കണ്ട് ക്വാളിറ്റി, ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ അത്രയും ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായി കാണുന്നില്ല. ഇതാണ് ആദ്യമായിട്ടുണ്ടായ 2 ബഞ്ചസ്. അതിലുള്ളതൊക്കെ നല്ല പാകമായിട്ടുണ്ട്, പഴുത്ത് നല്ല കളറിലേക്ക് വന്നിട്ടുണ്ട്. നല്ല മധുരമായിരുന്നു കഴിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു പുളിയായിരിക്കും. നല്ല ഗ്രേപ്പ് തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ അതിനും എനിക്കൊരാശ്വാസമായി. നല്ലൊരു മധുരമുള്ള ഗ്രേപ്പ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ ഗ്രേപ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു കോൾഡ് ക്ലൈമറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതായത് ഇതിന് കായ്ക്കാനായിട്ട് ഒരു എത്രയോ മണിക്കൂർ ചിൽ അവേഴ്സൊക്കെ ആവശ്യമുള്ള പ്ലാന്റുകളാണ്. കോൾഡ് റീജിയനിൽ ഉണ്ടാകുന്ന ചെടികളാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നു. പല ഫാമുകളിലും മിക്കവാറും വീടുകളിലൊക്കെയാണ്. ഒത്തിരി ആൾക്കാർ വീടുകളിൽ ഈ മുന്തിരി നടാറുണ്ട്. എല്ലാവരും ടെറസിൽ ഇത് പടർത്തി അത് നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന ഒത്തിരി വീടുകളുണ്ട്. ഞാൻ ഒത്തിരി വീടുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാനും വിചാരിക്കും ഇതുപോലെ നടണം, കൃഷി ചെയ്തെടുക്കണം. അത് എനിക്കും നേടാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും അത് കഴിയും, ഷുവറാണ്. ഞാൻ ഈ ചെയ്തത് കണ്ടിട്ട് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു എഫേർട്ടും ഇല്ല. നിങ്ങളുടെ വീട്ടിലും നിങ്ങളിപ്പോൾ ഒരു തൈ വാങ്ങിച്ചുകൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-1.5 കൊല്ലത്തിനകത്ത് നിങ്ങൾക്കും ഇതുപോലെ ഗ്രേപ്സ് നിങ്ങളുടെ വീട്ടിൽ വിളയിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ എനിക്ക് കമൻറ്റുകൾ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് അറിയിക്കുകയും ചെയ്യണം. ഈ മുന്തിരിയിൽ കായ വന്നു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് നമ്മുടെ ഈ കായൊക്കെ നല്ല വിളഞ്ഞ് പഴമാകും. 3 മാസം ടൈമാണ് അതിന് വേണ്ടുന്നത്. കായ്ക്കാനാണെങ്കിൽ 1 കൊല്ലത്തിന് മുകളിലുള്ള തൈകളൊക്കെ കായ്ക്കാനുള്ള ടെൻഡൻസി വരും. പിന്നെ നമ്മുടെ കെയർ അനുസരിച്ച് ഓരോ ചെടികളിലും ചില വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ നല്ല രീതിക്ക് നോക്കി അതിനെ സമയാസമയങ്ങളിൽ വളവും ചെയ്ത് പ്രൂൺ ചെയ്ത് ഒക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ടൈമിൽ തന്നെ അത് കായ്ക്കും. 1-1.5 കൊല്ലം 2 കൊല്ലത്തിനകത്ത് കായ്ക്കും. പിന്നെ അത് കായ്ച്ചു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് ഇതിൻ്റെ ഫ്രൂട്ട്സ് നമുക്ക് റൈപ്പായിട്ട് എടുക്കാനും സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് കൃഷിയായിട്ടല്ല, നിങ്ങൾ വീട്ടിൽ ഒരു ചെടി നടുന്നതായിട്ട് ചിന്തിച്ചാൽ മതി. ഗ്രേപ്സ് നടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന തൈ നല്ല ക്വാളിറ്റിയുള്ള തൈയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നല്ല സ്പീഷീസിലുള്ള നല്ല വെറൈറ്റി പ്ലാന്റ് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് നടുന്നത് നിങ്ങൾ മണ്ണിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. മണ്ണിലാവുമ്പോൾ ഒത്തിരി നാൾ നിൽക്കുന്ന ചെടിയായതുകൊണ്ട് അതിന് ധാരാളം മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ വലിച്ചെടുക്കാനായിട്ട് കഴിയും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന അടുത്ത കാര്യമാണ്. പിന്നെ അത് വളർത്തി കൊണ്ടുവന്ന് അതിൻ്റെ ബ്രാഞ്ചസ് ഒരു 4-5 ബ്രാഞ്ചസ് പല ഭാഗത്തേക്കായിട്ട് നല്ല രീതിക്ക് പന്തലിട്ട് നിർത്താൻ ശ്രമിക്കണം. പിന്നെ അതിനെ സമയാസമയങ്ങളിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ see you again.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സീ യു അഗെയിൻ വിത്ത് ന്യൂ വീഡിയോസ്.